നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ ഏറ്റവും കഠിനവും ഏറ്റവും വേദനാജനകവുമായ ഒരു സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. വിയറ്റ്നാമിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചൗങ് എക് അല്ലെങ്കിൽ വംശഹത്യാ കേന്ദ്രം, അതുമല്ലെങ്കിൽ കില്ലിംഗ് ഫീൽഡ് എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്രയും കഠിനമായ, ഇത്രയും ഹൃദയഭേദകമായ കാഴ്ചകൾ മറ്റെവിടെയും ഞാൻ ദർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നല്ല മനക്കട്ടിയുള്ളവർ മാത്രമേ ഈ എപ്പിസോഡ് കണ്ടു തീർക്കാവൂ. അവർക്ക് മാത്രമേ ഈ എപ്പിസോഡ് പൂർണ്ണമായി കണ്ടു തീർക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഭൂമിയിൽ ഈ എപ്പിസോഡിൽ ഞാൻ വിവരിക്കാൻ പോകുന്ന സംഭവങ്ങൾ നടന്നിട്ട് ഏകദേശം 40-45 വർഷങ്ങൾ ആയതേ ഉള്ളൂ. ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള തെളിവുകൾ ഇന്നും നമുക്ക് കാണാം. ഇന്നും ഇവിടെ വളരെയധികമുണ്ട്. കംബോഡിയയുടെ തലസ്ഥാന നഗരമായ നോം പെന്നിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ തെക്ക് ഭാഗത്ത് മാറിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഈ സൈറ്റിൽ 8000-ലധികം മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടങ്ങളിൽ കണ്ടെത്തി. അവരിൽ ഭൂരിഭാഗവും S-21 എന്നറിയപ്പെട്ടിരുന്ന ട്യൂൾ സ്ലേഗ് ജയിലിൽ നിന്നുള്ള തടവുകാരായിരുന്നു. 1975-നും 79-നും ഇടയിൽ പോൾ പോട്ടിന്റെ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഖമർ റൂഷ് ഭരണകൂടം അവരെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു. അതിനെ വിശദമായിട്ട് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു സ്മാരകമാണ് ഇവിടെ. അവിടെയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കേന്ദ്രത്തിൽ ഒരു ബുദ്ധസ്തൂപമുണ്ട്. ആ ബുദ്ധസ്തൂപമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇരകളുടെ 5000 മനുഷ്യ തലയോട്ടികൾ അടങ്ങിയിരിക്കുന്നു. ഇത് പലതും പല പ്രായക്കാരുടേതാണ്. അത് പ്രായമനുസരിച്ചാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ പുറത്തെടുത്ത കുഴികളും എല്ലുകളും വസ്ത്രങ്ങളും ഇപ്പോഴും നിലത്ത് അവശേഷിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. ഖമർ റൂജിന്റെ അതിക്രമണത്തെക്കുറിച്ച് സന്ദർശകരെ ബോധവൽക്കരിക്കാനും ഇരകളുടെ സ്മരണയെ മാനിക്കാനും മാത്രമാണ് ഈ കേന്ദ്രം ഇന്നും ലക്ഷ്യമിടുന്നത്. കംബോഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിയോങ് എക് വംശഹത്യാ കേന്ദ്രം. ഇത് സങ്കടത്തിന്റെയും ഒരു സ്ഥലമാണ്. സങ്കടത്തിന്റെ മാത്രമല്ല, പ്രതീക്ഷയുടെയും പ്രതിരോധത്തിന്റെയും കൂടി ഒരു സ്ഥലമാണ്. 1975-നും 79-നും ഇടയിൽ കംബോഡിയയിൽ വംശഹത്യയുടെ ഭാഗമായി ഖമർ റൂജ് ഭരണകൂടം 1 ദശലക്ഷത്തിലധികം ആളുകളെ വധിച്ചു. അതിനുവേണ്ടി ഏകദേശം 300 സ്ഥലങ്ങളാണ് അവർ ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഖമർ റൂജ് ഭരണകൂടത്തിന്റെ പതനത്തിന് ശേഷം 8895 മൃതദേഹങ്ങൾ അടങ്ങിയ കുഴിമാടകങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് നിന്നും കണ്ടെത്തി. മരിച്ചവരിൽ പലരും മുൻ രാഷ്ട്രീയ തടവുകാരായിരുന്നു. ഖമർ റൂജ് അവരുടെ ട്യൂൾ സ്ലോഗ് തടങ്കൽ കേന്ദ്രത്തിലും മറ്റ് കംബോഡിയൻ തടങ്കൽ കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചവരായിരുന്നു അവരെല്ലാവരും തന്നെ. അന്നത്തെ കംബോഡിയൻ ജനസംഖ്യയുടെ ഏകദേശം 25-നും 30% ഇടയിലുള്ള ആൾക്കാരെയാണ് ഈ ഭരണകൂടം ഇല്ലാതാക്കിയത്. പല രീതിയിലുള്ള മർദ്ദന മുറകൾ അവർക്ക് വേണ്ടി അവർ ചെയ്തിരുന്നു. ഭരണത്തിലേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് പല രീതിയിലുള്ള കഠിനമായിട്ടുള്ള മർദ്ദന രീതികളാണ് അവർ അവലംബിച്ചിരുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്നും അതിൻ്റെ എല്ലാ തെളിവുകളും ഒന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. തടവിലാക്കിയിരുന്ന ഓരോരുത്തർക്കും വേണ്ടി അലോക്കേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിശ്ചയിച്ചിരുന്ന റൂമുകളാണ് ഈ കാണുന്നതൊക്കെ. ഒന്ന് നിന്ന് തിരിയാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നില്ല. മാത്രമല്ല, തടവുകാരുടെ നിത്യേനയുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ മലമൂത്ര വിസർജനങ്ങൾ ഉൾപ്പെടെ, ആഹാരം കഴിക്കുന്ന ഉൾപ്പെടെ എല്ലാം ഈ ഒരു ചെറിയ ഹാളിൽ തന്നെ ആയിരുന്നു. മാത്രമല്ല, ഈ ഭരണാധികാരിയുടെ ഒരു വിനോദം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അദ്ദേഹം കൊല്ലുന്ന എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ സ്മാരകങ്ങളായിട്ട് അവരുടെ പേഴ്സണൽ വസ്തുക്കളും എടുത്ത് ഇദ്ദേഹം സൂക്ഷിക്കുക എന്നൊരു ഹോബിയായിരുന്നു. അത്രയ്ക്ക് നീചനായിരുന്നു ആ ഭരണാധികാരിയും ആ ഭരണ കാലഘട്ടങ്ങളും. കംബോഡിയൻ ഗവൺമെന്റ് ചുങ് എക്, അതായത് നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്മാരകം സന്ദർശിക്കാൻ സഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്തൂപത്തിന് പുറമെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത കുഴികളും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. മനുഷ്യന്റെ അസ്ഥികൾ ഇപ്പോഴും ഈ സൈറ്റിൽ മാലിന്യം നിറഞ്ഞ് കൂടാരമായി കിടപ്പുണ്ട്. 2005 മെയ് 3-ന് ഫാം പെയിൻ മുനിസിപ്പാലിറ്റി ചിയോങ് എക്കിനെ, അതായത് ഈ സ്മാരകത്തെ വികസിപ്പിക്കുന്നതിനായിട്ട് ഒരു റോയൽ കമ്പനിയുമായി 30 വർഷത്തെ കരാർ ഏർപ്പെട്ടു. എങ്കിൽ കൂടി ആ കരാറിന്റെ ഭാഗമായി ഇതിനു ചുറ്റും അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ, അതായത് പുരാതന ഭരണകാലത്തെ സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നും കേടുപാട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ആ കരാർ ഏർപ്പെട്ടത്. ഇന്നും ആ കരാർ നിലനിൽക്കുന്നു.
വ്യത്യസ്ത കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വേരൂന്നിയ ഒരു സമൂലമായ പ്രത്യാശാസ്ത്രത്തെ പിന്തുടർന്ന് ഡെമോക്രാറ്റിക് കംപൂച്ചിയെ, അതായത് കംബോഡിയയെ എന്നാണ് ആ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. 1975-79 കാലഘട്ടത്തിൽ ഖമർ റൂഹ് ഭരണകൂടം ഭരിച്ചിരുന്നത്. അത് 3 വർഷവും 8 മാസവും 20 ദിവസവും കൊണ്ട് വളരെ ചുരുങ്ങിയ കാലയളവിൽ രാജ്യത്തുടനീളം പ്രയോഗത്തിൽ വരുത്തി. ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ നഗരങ്ങളെയും അവരുടെ അധികാര വലയത്തിൽ ശൂന്യമാക്കുകയും അവിടെ ഉണ്ടായിരുന്ന നിവാസികളെ അവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് മാറ്റാനും കാർഷിക കമ്മ്യൂണുകൾ വീണ്ടും സംഘടിപ്പിക്കാനും നിർബന്ധിതരാക്കി. അതുപോലെ തന്നെ തുടർന്നുള്ള നിരവധി വൻതോതിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഗ്രാമീണരെയും ഉൾപ്പെടുത്തി. തീവ്ര ദേശീയതയുടെയും വംശീയതയുടെയും മിശ്രിതങ്ങൾ, സ്കൂളുകൾ, വ്യവസായങ്ങൾ, ഫാക്ടറികൾ എന്നിവ ഉൾപ്പെടെ മുൻ ഭരണകൂടത്തിന്റെ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. ബുദ്ധിജീവികളെയും പ്രൊഫഷണലുകളെയും സന്യാസിമാരെയും കൊന്നു. മതവും പാരമ്പര്യവും വിലക്കി ആഴത്തിൽ വരുന്നിയ കുടുംബ ബന്ധങ്ങളെ മാറ്റിസ്ഥാപിച്ചും ഒരു കാർഷിക സ്വച്ഛാധിപത്യ സമൂഹം യാഥാർത്ഥ്യമാക്കാൻ ആ ഭരണകൂടം ശ്രമിച്ചു. 450 വിക്ടംസിനെ, അതായത് സമരസേനാനികളെ ഒന്നിച്ച് കൊന്നടക്കിയ ഒരു സ്ഥലമാണ് ഇത്. ഈ സ്ഥലത്താണ് അവർ 450 വരെ ഒന്നിച്ച് കുഴിച്ച് മൂടിയതും ജീവനോടെയും ജീവനില്ലാതെയും മറ്റു പല രീതിയിലാണ് കൊല്ലുന്നത്. പോൾ പോട്ടിന്റെ മറ്റൊരു രീതി ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു വ്യക്തിയിൽ നിന്നും, ഉദാഹരണത്തിന് എക്സിനോട് ചോദിക്കും, കമ്മ്യൂണിസ്റ്റ് വിരോധികളായിട്ടുള്ള ആരെങ്കിലും ഒരാളുടെ പേര് പറയാം. മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഒരു പക്ഷേ വൈയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ വൈ എന്നുള്ള പേരുള്ള എല്ലാവരെയും ആ ഗ്രാമത്തിൽ നിന്നും അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ളവരെ കുടുംബത്തോടൊപ്പം തന്നെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരുമായിരുന്നു. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുരുഷന്മാരെയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയും അവരെ മറ്റ് പീഡനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കൊല്ലുന്നു. സ്ത്രീകളെയും കുട്ടികളെയും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നു. സ്ത്രീകളെ നഗ്നരായി നിർത്തിക്കൊണ്ട് ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുന്നു. കുട്ടികളെ ആണെങ്കിൽ അവിടെ ഒരു പ്രത്യേക മരമുണ്ടായിരുന്നു, ആ മരത്തിൽ അടിച്ചു കൊല്ലുകയായിരുന്നു പതിവ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് അന്ന് കുഴിച്ചു മൂടിയ കുഴിമാടങ്ങളിൽ നിന്നും പൊന്തി വന്നിരിക്കുന്ന പല്ലുകളും മുടികളും നശിക്കാൻ വളരെ താമസം ഉണ്ടാകും. ഇന്ന് വരെ ഇപ്പോഴും നശിച്ചിട്ടില്ല. അന്ന് കൂട്ടത്തോടെ കുഴിച്ചു മൂടിയ ആളുകളുടെ പല്ലുകളാണ് ഇന്ന് പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കുമ്പോൾ വളരെ മരവിച്ച മനസ്സുമായിട്ടാണ് ഞാനിതെല്ലാം ചിത്രീകരിച്ചത്. കണ്ടോ, നമുക്ക് വ്യക്തമായിട്ട് ഇന്നും കാണാം. സത്യങ്ങൾ എത്ര മറച്ചു വെച്ചാലും അത് പൊന്തി തന്നെ വരും. കണക്കുകൾ കൃത്യമല്ല എങ്കിൽ കൂടി 100-ലധികം കുട്ടികളെയും സ്ത്രീകളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് നഗ്നരാക്കി ചുറ്റി കഴിച്ചു കൊന്ന ഒരു സ്ഥലമാണ് ഇത്. അത് ആ ബോർഡിൽ തന്നെ എഴുതി അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്നത് ആ പോൾ പോട്ടിന്റെ കിരാത ഭരണകാലം ജനങ്ങളെ, ലോകത്തെ അറിയിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരെ കാലിന് പിടിച്ച് ഒരു മരത്തിൽ അടിച്ചു കൊല്ലുമെന്ന്. ആ മരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം അതുപോലെ എടുത്ത് അവിടെ ഇടുക, അല്ലെങ്കിൽ ആ മരത്തിൽ തന്നെ ചാർത്തുക എന്നതും ഇയാളുടെ ഒരു ഹോബിയായിരുന്നു. മറ്റൊരു കാര്യം, സ്ത്രീകളെ നഗ്നരാക്കി മരത്തിൽ അടിച്ചോ ചുറ്റിക്കടിച്ചോ കൊല്ലുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന അവരുടെ നിലവിളി ഈ ക്യാമ്പിലുള്ള മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഈ സ്പോട്ടിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ സ്പീക്കർ ഘടിപ്പിച്ച് മറ്റ് അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു. 1976 മുതൽ 79 വരെ ഡെമോക്രാറ്റിക് കംപൂച്ചിയയുടെ പ്രധാനമന്ത്രിയായ കംബോഡിയ ഭരിച്ചിരുന്ന ഒരു കംബോഡിയൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പോൾ പോട്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കംബോഡിയയിലെ ജനസംഖ്യയുടെ 4-1 പേരെ കൊന്നൊടുക്കിയ കംബോഡിയൻ വംശഹത്യയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അദ്ദേഹത്തെ ചൈന പിന്തുണയ്ക്കുകയും വിയറ്റ്നാം എതിർക്കുകയും ചെയ്തു. 1998 തന്റെ മുൻ ഖർ റൂജ് സഹപ്രവർത്തകരുടെ വീട്ടുതടങ്കലിരിക്കെ അദ്ദേഹം വളരെ ദയനീയമായിട്ടാണ് മരിച്ചത്. പോൾ പോട്ട് തന്റെ ഭരണകാലത്ത് കൊന്നൊടുക്കിയ അനേകായിരങ്ങളെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ സംസ്കരിക്കുന്ന വാക്ക് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കുഴികൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് തള്ളുക മാത്രമാണ് ചെയ്തിരുന്നത്. ഒന്ന് നല്ലപോലെ മൂടുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ചരിത്ര രേഖകൾ കാണിക്കുന്നത്. ഈ സ്ഥലങ്ങളിലാണ്, ആ കുഴികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ മരത്തിന് ചുവട്ടിൽ ഒരു ലൗഡ് സ്പീക്കർ വെക്കുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ആ ബോർഡാണ് ഇത്. ഈ മരത്തിലായിരുന്നു ആ ലൗഡ് സ്പീക്കർ ഘടിപ്പിച്ചിരുന്നത്. ഈ പ്രദേശം ഒന്നടങ്കം ഒരു ചരിത്ര സ്മാരകമായി സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ പ്രദേശത്ത് മരിച്ചവരുടെ ബന്ധുക്കൾ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് വന്ന് ബലിതർപ്പണം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച. മരവിച്ച മനസ്സുമായിട്ടാണ് ഞാൻ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നതും ഇതെല്ലാം ചിത്രീകരിക്കുന്നതും.
ഈ സമീപത്ത് കാണുന്ന കുഴിയിൽ ഇപ്പോഴും മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെ മനസ്സ് മരവിക്കുന്ന ഈ ഭാഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പോയത്. ഈ ഒരു പ്രതീകം, ഈ ഒരു പ്രതിമ വളരെ ഫീൽ ചെയ്യുന്നതാണ്. ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു ശില്പമായിട്ട് മാത്രം ഇത് കണ്ട് മടങ്ങാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദയനീയ ഭാവം ഈ ശില്പത്തിലൂടെ വെളിയിൽ കൊണ്ടുവന്ന ആ ശില്പിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.